അസ്സലാമലൈക്കും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ തൊഴിൽ, ആരോഗ്യം, വിദ്യാഭ്യാസം, ബിസിനസ്, നമ്മുടെ വിശ്വാസം തുടങ്ങിയ പല വിഷയങ്ങളിലും ഒരുപക്ഷെ 2023 വേണ്ടതുപോലെ ശോഭിച്ചിട്ടുണ്ടാവില്ല, വേണ്ടതുപോലെ നടത്താൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. പല കഷ്ടങ്ങളും നഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ അതിലുണ്ടായിരിക്കാം. എങ്കിൽ അതൊക്കെ ഒന്ന് ചെറുതായിട്ട് വിലയിരുത്താനും പുതിയ 2024ലേക്ക് നാം എങ്ങനെ സ്റ്റെപ്പ് എടുത്തു വെക്കണം എന്നുള്ളതിനെ പറ്റിയുള്ള ചില ആലോചനകളാണ് ഈ വീഡിയോയിലൂടെ നടക്കുന്നത്. യു ആർ വെൽക്കം ബാക്ക് ടു യൂത്ത് ആൻഡ് വോയ്സ് ചാനൽ. 2024 മികച്ച ജീവിത വിജയത്തിന് 5 ടിപ്സുകളാണ് നാം നൽകുന്നത്. ഒന്നാമതായിട്ട് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, സാമ്പത്തികമായ സുസ്ഥിരതയ്ക്ക് നാം എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ആദ്യമായിട്ട് നാം ആലോചിക്കേണ്ടത്. ആധുനിക യുഗത്തിൽ എത്ര കിട്ടിയാലും നമുക്ക് മതി വരുന്നില്ല. ശമ്പളമായിരിക്കാം, അല്ലെങ്കിൽ കൂലിയായിരിക്കാം, അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ലാഭങ്ങളായിരിക്കാം, എന്ത് തന്നെ കിട്ടിയാലും നമുക്ക് മതി വരാത്ത ഒരവസ്ഥയാണുള്ളത്. എത്ര കിട്ടിയാലും പിന്നെയും കടം വാങ്ങിയും കൂട്ടിത്തികച്ചും അല്ലെങ്കിൽ റോളിംഗ് നടത്തിയുമൊക്കെ വീണ്ടും കടക്കണിയിലേക്ക് നാം കൂപ്പുകുത്തുകയാണ് ചെയ്യുന്നത്. ഈ അവസ്ഥ മാറ്റിയെടുക്കാൻ ഏറ്റവും ആദ്യം നാം ചെയ്യേണ്ടത് സാമ്പത്തിക അച്ചടക്കം കൊണ്ടുവരിക എന്നുള്ളതാണ്. ആവശ്യം, അത്യാവശ്യം, അനാവശ്യം എന്നീ ക്രമത്തിൽ നാം സമ്പാദിക്കുന്ന പൈസകൾ ചിലവഴിക്കുമ്പോൾ ഒരു പുനർവിചിന്തനം കൂടി നടത്തുകയാണെങ്കിൽ, നിങ്ങൾ നോക്കൂ, സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് 50-30-20 റൂൾസ് ഉപയോഗിക്കാനാണ് ആദ്യമായി നമ്മളോട് പറയുന്നത്. അഥവാ വളരെ അർജൻറ്റായിട്ടുള്ള അത്യാവശ്യമായ കാര്യങ്ങൾ നടത്താൻ വേണ്ടി നമ്മുടെ ആകെയുള്ള വരുമാനത്തിൽ നിന്ന് 50% ഉപയോഗിക്കുക. അതുപോലെ നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ വേണ്ടി 30% ഉപയോഗിക്കുക. ബാക്കി ശേഷിക്കുന്ന 20% നമ്മുടെ കരുതൽ ധനമായിട്ട് നമുക്കൊരു ഡിപ്പോസിറ്റായിട്ട് മാറ്റിവെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും പ്രശ്നങ്ങളില്ലാതെ നല്ല നിലക്ക് മുന്നോട്ട് ഗമിക്കാൻ കഴിയും. രണ്ടാമത്തെ ടിപ്പാണ് ടേക്ക് കെയർ ഓഫ് ഹെൽത്ത്, ആരോഗ്യ സംരക്ഷണം എന്നുള്ളത്. ആരോഗ്യ സംരക്ഷണം വളരെ അത്യന്താപേക്ഷിതമാണ്. നാം ജീവിക്കുന്ന കാലം അത്രയും നമ്മോട് ഊർജ്ജസ്വലതയില്ലാതെ, ഉണർവില്ലാതെ, അറ്റാക്ക് രോഗികളായിട്ട്, ക്യാൻസർ രോഗികളായിട്ട്, ഷുഗർ രോഗികളായിട്ട്, പ്രഷർ രോഗികളായിട്ട്, കിഡ്നി രോഗികളായിട്ട് മാറുന്ന വളരെ ദാരുണമായ അവസ്ഥയാണ് ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ അവസ്ഥയ്ക്ക് മാറ്റം വരണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മിൽ നിന്ന് തന്നെ മാറ്റമുണ്ടാവേണ്ടതുണ്ട്. കൃത്യമായ ചികിത്സയും നിയന്ത്രണവും ഉണ്ടെങ്കിൽ ഏത് രോഗത്തെയും നമുക്ക് പടിപ്പുറത്ത് നിർത്താനും ആരോഗ്യകരമായിട്ട് ജീവിക്കാനും കഴിയും. മിതമായ ആഹാരം, ശുദ്ധവായു, ആവശ്യത്തിനുള്ള വ്യായാമം, ആവശ്യത്തിന് വെള്ളം നന്നായി കുടിക്കുക, അതുപോലെ ടെൻഷൻ ഫ്രീ ആയിട്ട് ജീവിക്കുക, ഇങ്ങനെയുള്ള ഏതാനും ചില സിമ്പിളായിട്ടുള്ള മാർഗങ്ങൾ നാം അവലംബിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ നല്ല ഊർജ്ജസ്വലതയും ആരോഗ്യവുമുള്ള ജീവിതം നമ്മുടെ സ്വന്തമായിരിക്കും. മൂന്നാമത്തെ ടിപ്പാണ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ എന്നുള്ളത്. നിലവാരമുള്ള വിദ്യാഭ്യാസം നമ്മുടെ വളർന്നു വരുന്ന തലമുറകൾക്ക് നാം കൊടുക്കാൻ എല്ലാവിധ പ്രയത്നങ്ങളും നടത്തേണ്ടതുണ്ട്. പുതുതലമുറയുടെ വിദ്യാഭ്യാസം വളരെ ശോചനീയമായിട്ടാണ് നീങ്ങുന്നത് എന്ന വളരെ ദുഃഖകരമായ റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. 10ാം ക്ലാസ്സും +1ഉം +2ഉം ഒക്കെ കഴിഞ്ഞിട്ടും കൃത്യമായിട്ട് പേരും അഡ്രസ്സും എഴുതാൻ കഴിയാത്ത ധാരാളം ആളുകളുണ്ട് എന്ന് വ്യക്തമായ റിപ്പോർട്ടുകൾ വളരെ റിലയബിൾ ആയിട്ടുള്ള സോഴ്സിൽ നിന്ന് തന്നെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അനുഭവവും മറിച്ചല്ല. SSLCക്കും +2നും ഒക്കെ ധാരാളം A+കൾ വാരിക്കൂട്ടിയിട്ടും കൃത്യമായി ഒരു സെൻറ്റൻസ് എഴുതാൻ കഴിയാത്ത രൂപത്തിൽ കുട്ടികൾ വിയർക്കുന്ന അവസ്ഥ നമ്മുടെയും കൂടി അനുഭവമാണ്. ഭാവിയിൽ അക്ഷരാഭ്യാസമില്ലാത്ത അധ്യാപകരും സാംസ്കാരിക ബോധമില്ലാത്ത ഉദ്യോഗവൃന്ദവും ഒക്കെ വളർന്നു വരാതിരിക്കാൻ ഇപ്പോൾ തന്നെ നാം അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തേണ്ടതാണ്. ക്വാളിറ്റി ഇല്ലാത്തവർക്ക് പ്രൊമോഷൻ നൽകാതിരിക്കുക, A+ വാരിക്കോരി കൊടുക്കുന്നത് നിർത്തുക തുടങ്ങിയ കാര്യങ്ങൾ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റും അധ്യാപകരും ഒരുമിച്ച് കൈകോർത്താൽ തീർച്ചയായിട്ടും നല്ലൊരു തലമുറയെ, വിദ്യാഭ്യാസ സമ്പന്നമായ ഒരു തലമുറയെ നമുക്കുണ്ടാക്കാൻ പറ്റും. നാലാമത്തെ ടിപ്പാണ് എംപ്ലോയ്മെൻറ്റ് സ്കിൽ എന്നുള്ളത്. അഥവാ തൊഴിൽപരമായ യോഗ്യതയും കഴിവും ഉണ്ടാകുക എന്നുള്ളത്. നാമൊക്കെ ഓരോരോ വകുപ്പിൽ, ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്നവരാണ്. ആ ഡിപ്പാർട്ട്മെൻറ്റിൽ അത് കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്താനും നവീകരിക്കാനുമുള്ള മാനസികവും ശാരീരികവുമായ സന്നദ്ധത നമ്മിൽ നിന്നുണ്ടാകുമ്പോൾ മാത്രമാണ് നമ്മുടെ തൊഴിൽ തീർച്ചയായിട്ടും ജനങ്ങൾ അംഗീകരിക്കുകയുള്ളൂ. അധ്യാപകർ, ഭരണകർത്താക്കൾ, ട്രെയിനേഴ്സ്, പ്രഭാഷകർ, ആർട്ടിസ്റ്റ് എന്നീ വേണ്ട ഏത് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരും കൃത്യമായ അപ്ഡേറ്റ് വരുത്തിയെങ്കിൽ മാത്രമാണ് ഇത് ലോകത്തിന് ആവശ്യമുള്ളൂ.
ഇല്ലെങ്കിൽ നമ്മെയോ നാം നൽകുന്ന തൊഴിലിനെയോ സേവനത്തെയോ ആർക്കും വേണ്ട. 5ാമത്തെ ടിപ്പാണ് റെസിസ്റ്റൻസ് ടു ദ റാഷണലിസം എന്നുള്ളത്, അഥവാ യുക്തിവാദത്തെ ചെറുക്കുക എന്നുള്ളത്. ഇന്ന് റാഷണലിസം, എയ്ത്തിസം, ലിബറലിസം തുടങ്ങിയ ഒരുപാട് ഇസങ്ങൾ കൂണ് കണക്കെ പൊന്തി വരികയും ഒരുപാട് ആളുകളൊക്കെ, ചെറുപ്പക്കാരൊക്കെ ഈയാമ്പാറ്റകളെ പോലെ അതിലേക്ക് അടുക്കുകയും ചെയ്യുകയാണ്. ഈ സന്ദർഭത്തിൽ അതിനെ കൃത്യമായി തടയിട്ടില്ലെങ്കിൽ ദൂരവ്യാപകമായ അവസ്ഥയാണ് ഈ ഭാവി തലമുറക്ക് വരാൻ പോകുന്നത്. അഹങ്കാരവും അഹന്തയും താന്തോന്നിത്തവും സമൂഹത്തിൽ ഇന്ന് വളരെയധികം വ്യാപിച്ചിരിക്കുകയാണ്. മാതാപിതാക്കളോട് ബഹുമാനമില്ല, ഗുരുക്കന്മാരോട് യാതൊരു കടപ്പാടുമില്ല, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പ്രത്യേക വിധേയത്വമോ അല്ലെങ്കിൽ കടപ്പാടുകളോ ഇല്ലാത്ത അവസ്ഥ. ഇങ്ങനെ എല്ലായിടത്തും മൈ ബോഡി മൈ ചോയ്സ് എന്ന വളരെ മോശമായ, എന്ന അധമമായ സംസ്കാരത്തിലേക്ക് കൂപ്പുകുത്തുകൊണ്ടിരിക്കുകയാണ്. ദൈവമില്ല, മതമില്ല, സംസ്കാരമില്ല, മൂല്യങ്ങളില്ലാത്ത വളരെ അരണ്ട ഒരു ജീവിതത്തിലേക്കാണ് ഇന്നത്തെ തലമുറ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ പ്രചണ്ഡമായ പ്രചരണം നടത്തി ഭാവി തലമുറയെ രക്ഷപ്പെടുത്തേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണ്. കാരുണ്യവാനായ റബ്ബ് നമ്മേവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന പ്രാർത്ഥനാശംസകളോടെ ഹാപ്പി ന്യൂ ഇയർ 2024. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. അസ്സലാം.